മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ തുടർച്ചയായി ജീവൻ പൊലിയുന്ന സാഹചര്യം അത്യന്തം ദൗർഭാഗ്യകരമാണെന്ന് ഇടുക്കി രൂപത വ്യക്തമാക്കി. മനുഷ്യനേക്കാൾ മൃഗങ്ങൾക്ക് വില കൽപ്പിക്കുന്ന കപട പരിസ്ഥിതിവാദികൾക്ക് വിധേയപ്പെട്ട് മൗനം അവലംബിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പൊതുസമൂഹത്തിന് അപമാനകരമാണെന്നും മീഡിയ കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. നേര്യമംഗലത്ത് കൃഷിയിടത്തിൽ അധ്വാനിക്കുകയായിരുന്ന സ്ത്രീയെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. ഈ പ്രദേശത്ത് വന്യമൃഗശല്യങ്ങളുണ്ടെന്ന് വനപാലകരെ അറിയിച്ചിരുന്നതാണ്. എന്നിട്ടും വേണ്ടത്ര സുരക്ഷാ നടപടികൾ എടുക്കാത്തത് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചയാണെന്ന് വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ കേരളത്തിലെ മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 8 പേരാണ്. സർക്കാരും വനംവകുപ്പും ഈ വിഷയത്തിൽ ഉണർന്നു പ്രവർത്തിക്കണം. ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളിൽ നിന്നും മലയോര ജനതയെ രക്ഷിക്കുവാൻ വാഗ്ദാനങ്ങൾക്കപ്പുറം നിയമ ഭേദഗതികളുണ്ടാക്കാൻ സർക്കാർ നടപടികളെടുക്കണം. ഇനിയും ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം മലയോര പ്രദേശത്ത് ഉണ്ടാകരുത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ തുടർച്ചയായ കൊലപാതകങ്ങൾ നടക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ ഗൗരവത്തോടെ കാണുന്നില്ല എന്നതിന്റെ അടയാളമാണ് പുതിയ സംഭവങ്ങൾ. മലയോര പ്രദേശത്തെ സാധാരണ ജനത്തിന് ഭയം കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കപ്പെടണം. വന്യമൃഗശല്യം സമൂഹത്തെ വലിയ അരാജകത്വത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കലാപസമാനമായ സമരമുഖങ്ങളിലേക്ക് ജനം എത്തിച്ചേരുന്നു. അവയെല്ലാം അടിച്ചമർത്താനുള്ള തന്ത്രങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത് നാട്ടിൽ വലിയ അസമാധാനങ്ങൾക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് ആളുകളുടെ ആശങ്കകൾ മനസ്സിലാക്കി അവർക്ക് സ്വതന്ത്രവും സ്വസ്ഥവുമായി ജീവിക്കുന്നതിനു വേണ്ട അനുകൂലമായ സാഹചര്യങ്ങൾ സംജാതമാക്കണമെന്നും വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.